Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ വിത്തൗട്ട് സ്കിൻ ആയിട്ടുള്ള ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. 1 kg ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൗഡർ ആണ്. ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എന്നിവ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ഈ മസാലകളെല്ലാം ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. 1 കിലോ ചിക്കന് 650 ഗ്രാം ബസ്മതി റൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് നമുക്ക് 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന അരി ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം പകുതി നാരങ്ങയുടെ നീരും നമുക്ക് ചേർക്കാം. ഇനി നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 ചതച്ച ഗ്രാമ്പൂ, 1 ഏലക്കായ ചതച്ചത് എന്നിവ ചേർത്ത് നമുക്ക് ചോറ് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചോറ് നമുക്ക് 80% വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദം ഇടുമ്പോൾ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അരി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് ആണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ റൈസ് കറക്റ്റായിട്ട് വെന്ത് ഒന്നിനൊന്ന് തൊടാതെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഈ അരിയുടെ വേവ് വളരെ പ്രധാനമാണ്. അരി വെന്തതിന് ശേഷം ഏത് പാത്രത്തിലേക്കാണ് നമ്മൾ ഊറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം നമ്മുടെ അടുത്ത് തന്നെ എടുത്ത് വച്ചേക്കുക. ഞാനിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വെന്തിരിക്കുന്ന റൈസ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ കോരി മാറ്റുകയാണ്. നമ്മൾ വീട്ടിൽ സാധാരണ അരി ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയാണ് ഊറ്റിയെടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 10 കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് 3 മീഡിയം സൈസ്ഡ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസിന്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് നമ്മൾ ഈ വറുത്തെടുക്കുന്നത്. ധാരാളം എണ്ണ ഒഴിച്ച് ഈ സവാള നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. അതും വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സവാള ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
സവോളയ്ക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതേ ബിരിയാണി പോട്ടിൽ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ചു വച്ചിരിക്കുന്ന ഗരം മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല മിക്സിൽ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം തക്കോലം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി എന്നിവ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലൊരു മണം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം മസാല മൂത്ത വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവയാണ് ചതച്ചെടുത്തേക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മസാല കൂട്ട് എന്നിവയുടെയൊക്കെ നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലേക്ക് 4 മീഡിയം സൈസ്ഡ് സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ഇത്ര അധികം സവോള ചേർക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. നമ്മൾ ആദ്യം 3 സവോള ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 4 സവോള പിന്നെയും ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും സവോള ചേർക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ ചിക്കനിലേക്ക് പെരണ്ടിരിക്കുന്ന ഒരു മസാല നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോള ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ടാണ് ഈ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാല പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മസാലയുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി വേകാനായിട്ട് മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും ഒക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ചിക്കൻ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ചിക്കൻ അടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ചിക്കൻ പകുതി വേഗമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്.
നമ്മുടെ ചിക്കൻ 80% കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് ചാറുണ്ട്. നമ്മൾ നേരത്തെ 80% കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചട്ടുകമോ സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. ചോറ് അമക്കേണ്ട ആവശ്യമില്ല. സാവധാനം ചോറൊന്ന് നിരത്തി കൊടുത്താൽ മതിയാകും. ആദ്യത്തെ ലെയർ ചോറ് നിരത്തിയതിനു ശേഷം അതിന് മുകളിലായിട്ട് പുതിനയുടെ ഇലയും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയർ ചോറ് നിരത്തി കൊടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ നിറം കിട്ടാനായിട്ട് 1/4 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് വീണ്ടും പുതിനയുടെ ഇല, വറുത്ത് വെച്ചിരിക്കുന്ന സവാള, മല്ലിയില, അതുപോലെ തന്നെ പൈനാപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ആണ്. നല്ലൊരു ടേസ്റ്റിനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് എന്നിവ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണി പോട്ടിന്റെ ലിഡ് വെച്ച് അടച്ച് ബിരിയാണി ദം ചെയ്ത് എടുക്കാവുന്നതാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മിനിറ്റ് നമുക്ക് ദം ചെയ്ത് എടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അരമണിക്കൂർ നമുക്ക് ലിഡ് തുറക്കാതെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ലിഡ് തുറന്ന് ബിരിയാണി ഒന്ന് നോക്കാം. വളരെ നല്ലൊരു മണമാണ് നമ്മുടെ ബിരിയാണിക്ക്. കണ്ടോ, ചോറ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഒന്നിനൊന്ന് തൊടാതെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റൈത്ത, അതുപോലെ തന്നെ ലെമൺ പിക്കിൾ, പപ്പടം എന്നിവയുടെ ഒപ്പമാണ് ഞാൻ സെർവ് ചെയ്യാറുള്ളത്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 6 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.